സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് സന്തോഷം നൽകുന്നതാണ്. ഇന്നലത്തേക്കാൾ ഇന്ന് കുറച്ച് സന്തോഷം നൽകും. നിങ്ങൾ വിചാരിക്കും നെവിന് കിട്ടിയ ശിക്ഷയാണെന്ന്. ഒരിക്കലുമല്ല, നെവിന് കിട്ടിയ ശിക്ഷയല്ല. നമ്മുടെ ലാലേട്ടനും ബിഗ് ബോസ് ടീമും ഒന്ന് അക്ബറിനെ ഒന്ന് വെളുപ്പിക്കാൻ നോക്കിയായിരുന്നു. ആ വെളുപ്പിക്കാൻ നോക്കിയ പദ്ധതിയെ 8ആയി മടക്കി കൂട്ടി തല ചുരുട്ടി കൂട്ടി നേരെ മോഹൻലാലിന്റെ മുമ്പിലോട്ട് അനുമോൾ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ഫ്രസ്ട്രേഷനിലാണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ ഷാനവാസ് വരുമ്പോഴത്തേക്ക് നെവിന്റെ പുച്ഛഭാവം കണ്ടായിരുന്നു. പുള്ളി ഒരു മനുഷ്യൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ പുച്ഛഭാവത്തോടു കൂടി പുള്ളി പറഞ്ഞ ഇതാണ്, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. വളരെ പുച്ഛത്തോടു കൂടി ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ വെൽക്കം ചെയ്യുമായിരുന്നു ഷാനവാസിനെ കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ഇവരെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. അത് വേറെ ഇവനെ അക്ബറിനെ എനിക്ക് കാണുമ്പോൾ നല്ലതായിട്ട് ദേഷ്യം വരും. അതായിരുന്നു ഇൻട്രോ ചെയ്തത്. അതിനുശേഷമാണ് ഇവരുടെ ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റി അല്ലെങ്കിൽ ഇവരുടെ ക്യാപ്റ്റൻസിയെ പറ്റി ലാലേട്ടൻ ചോദിച്ചത്. എല്ലാവരും ഒരേ സ്വരത്തിൽ ക്യാപ്റ്റൻസി പാഴായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ നമ്മുടെ ആതിര പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 3 പാഴ്മരങ്ങൾ എന്ന ആതിര പറഞ്ഞത്. അതിനുശേഷമാണ് അക്ബർ അലക്കി വെളുപ്പിക്കാൻ തുടങ്ങുന്നതും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ലാലേട്ടൻ സംസാരിക്കുന്നതും. ആ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അനുവിന്റെ അടുക്ക ലാലേട്ടൻ ചോദിക്കുന്നത്, ഇപ്പോഴും അവിടെ വെസൽസ് ഒന്നും കഴുകിയിട്ടില്ലോ, അവിടെ കംപ്ലീറ്റ് പാത്രങ്ങളും അവിടെ കുന്നുകൂട്ടി ഇട്ടേക്കുവാണല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അനു പറയുന്നു, ലാലേട്ട അതവർ രാത്രി നമ്മൾ ഉണ്ടാക്കാതെ അവർ മാത്രം ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണത്തിന്റെ അതാണ് കഴുകാത്തതെന്ന് പറയുന്നു. ലാലേട്ടൻ അത് സംഭവിച്ചു കൊടുക്കുന്നില്ല, ഞാനും സമ്മതിക്കുന്നില്ല. കാരണം വെസൽസ് ടീമാണ് തീർച്ചയായിട്ടും. കാരണം ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ഇത് മാത്രമല്ല, മെനഞ്ഞാന്ന് ഉണ്ടാക്കിയ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ 7ന്റെ പണി കൊടുക്കാനായിട്ട് അനുവിന് നേരെ അങ്ങോട്ട് കിച്ചണിലോട്ട് ഇപ്പൊ തന്നെ പോയി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വിടുന്നു. അത് നമ്മുടെ അക്ബറിനെയും കൂട്ടരെയൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. പക്ഷേ നല്ല 7ന്റെ പണി അനു ചെന്ന് കൊടുത്തത്. അവിടെ ചെന്നിട്ട് കംപ്ലീറ്റ് അരിച്ചു പറക്കി ഫ്രിഡ്ജിനകത്തുള്ള കംപ്ലീറ്റ് സാധനം, അതായത് അവിടെ ഇട്ടിരുന്ന ചോറ് വേസ്റ്റ് ആക്കിയിട്ട്, ഒരു കലം ചോറ് വേസ്റ്റ് ആക്കി അവിടെ ഇട്ടേക്കുന്നത് എടുത്തിട്ട് കാണിച്ചു. അതുകൂടാതെ അവിടെ ഇരുന്ന തക്കാളി ചോറ് കാണിച്ചു. അത് അവിടെ ഇരുന്ന ദോശ വേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ദോശ കാണിച്ചു. അവിടെ എത്രത്തോളം റാഷന് വേണ്ടി ഒരു ഗ്ലാസ് ഒരു ചപ്പാത്തിക്ക് ഒരു ദോശയ്ക്കും വേണ്ടി അടികൊണ്ടുന്ന വീടാണ്. അത്രത്തോളം ലിമിറ്റഡ് റാഷനുള്ള ഒരു വീട്ടില് ഇത്രയും ഈ 3 ക്യാപ്റ്റന്മാരും കൂടി നശിപ്പിക്കുന്നതും കൂടെ കേട്ട് ആകെ കിളി പറന്നുപോയായിരുന്നു നമ്മുടെ ലാലേട്ടൻ നിന്നത്. കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ല. ലാലേട്ടൻ വിചാരിച്ച അവിടെ പോയി വെസൽ പോയി ഇതൊക്കെ കണ്ടിട്ട് അയ്യോ അനുമോള്. അതും കൂടാതെ തന്നെ ഇത്രയും കാലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ അനു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ലാലേട്ടൻ മുമ്പിൽ ലാലേട്ട ഓക്കെ ശരി ലാലേട്ട ഇങ്ങനെ വലുതായിട്ട് എഫക്റ്റീവായിട്ട് വീക്ക് ഡേയ്സിൽ സംസാരിക്കുന്ന ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര എഫക്റ്റീവായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു സെഗ്മെന്റിലുണ്ടല്ലോ, അതായത് ആ ഭക്ഷണം എടുത്ത് കൊണ്ടുവന്ന് തിരിച്ച് ആ ചോറിന്റെ കലവായിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, അങ്ങനെയായിരുന്നു ആക്ച്വലി അനുമോള് ഇത്രയും എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ നിൽക്കേണ്ടിയിരുന്നത്. ഇത്രയൊന്നും റെസ്പെക്ട് ഒന്നും ലാലേട്ടനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ലാലേട്ടൻ ആ ഷോയുടെ ഹോസ്റ്റാണ്, നിങ്ങൾക്ക് പറയാനുള്ള അധികാരം തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പറയുന്നുണ്ടല്ലോ അനു അത്രയും റെസ്പെക്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പറയണമായിരുന്നു. ഇന്ന് പറഞ്ഞ രീതിയാണ് കലക്കൻ രീതി. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ലാലേട്ടൻ, ബിഗ് ബോസ് എക്സ്പെക്ട് ചെയ്തില്ല. അവസാനം ലാലേട്ടൻ പറഞ്ഞ എന്തോ ഡയലോഗ്, ഇനിയിപ്പോൾ ഞാൻ വന്ന് കഴുകി വെക്കണോ എന്ന് പറഞ്ഞിട്ട് അവസാനം വാടപ്പിച്ചങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു ആ പരിപാടി ചെയ്തത്. എന്തായാലും നല്ല 7ന്റെ പണിയാണ് അനുമോള് നമ്മുടെ ലാലേട്ടന് കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാബുവിൻ്റെ അടുക്ക ഈ ക്യാപ്റ്റൻസി പറ്റി ചോദിക്കുന്നതിൻ്റെ ഇടയിൽ സാബു ഒരു കമൻറ്റ് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് ആദിലയും നൂറയും നമ്മുടെ അനുമോളും ആയിരുന്നെങ്കിൽ, ഈ 3 പിള്ളേരെ വിട്ടിരുന്നെങ്കിൽ ഈ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. കിച്ചണിലേക്കും വിട്ടിരുന്നെങ്കിൽ, ഇവർ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇവരെ 3 പേരെ സെലക്ട് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഇവർ നേരത്തെ അക്ബർ വെളുപ്പിക്കാൻ നോക്കി എന്തുമായിരുന്നു, അയ്യോ ഞങ്ങൾക്ക് ഒരുപാട് ടാസ്ക് ഉണ്ടായിരുന്നു ലാലേട്ട, അയ്യോ നമുക്ക് പറ്റുന്നില്ലായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് പോയിട്ട് ഉണ്ടാക്കാനുള്ള സമയമില്ല, ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുവല്ലേ. അപ്പോഴാണ് സാബുവിന് ചോദിച്ചത്, ഇതിന്റെ വലിയ ആവശ്യമുണ്ട്, ഈ ഫിനാലെ വീക്കാണ് വരുന്നത്, ഏത് പൊട്ടന്മാർക്കും അറിയാം. സോ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവുമെന്ന് ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ക്ലവർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തില്ല? ഇത് ലാലേട്ടനും ചോദിച്ചപ്പോഴത്തെ അക്ബർ അവിടെ കിടന്ന്, ഇന്ന് അക്ബർ ഇച്ചിരി പൊക്കൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നതായിരുന്നു. കാരണം നല്ല സപ്പോർട്ടും കിട്ടുമായിരുന്നു ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പൊ 2 ദിവസമായിട്ട് ആ നല്ല സപ്പോർട്ടുകളൊന്നും കിട്ടാത്തതിന്റെ അതിന്റെ ഒരു വിഷമവും നമ്മുടെ അക്ബറിനും കൂട്ടർക്കും ഉണ്ട്. ഇനി നമ്മുടെ നെവിന് കൊടുത്ത ശിക്ഷ, മണി ഇൻ ദ ബാങ്ക്, അതായത് നമ്മുടെ പണപ്പെട്ടി ടാസ്കിൽ നിന്ന് നമ്മുടെ നെവിനെ അങ്ങനെ അതിമനോഹരമായി പുറത്താക്കിയിരിക്കുന്നു. സത്യമായിട്ടും മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച മുതൽ കേൾക്കുന്നു ആരും പുറത്തായെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നെവിൻ എന്തായാലും ഈ മണി ഇൻ ദ ബാങ്ക് അല്ലെങ്കിൽ പണപ്പെട്ടി ടാസ്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പണപ്പെട്ടി എടുത്തിട്ട് പോകാൻ പോകുന്നത് നെവിനാണെന്ന് എനിക്ക് 100% ഷുവർ ആയിരുന്നു. കാരണം പുള്ളിക്കാരൻ ഒന്നും നഷ്ടപ്പെടാനില്ല, പുള്ളി നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു. അതിന്റെ മുമ്പിലാണ് ഈ ലാസ്റ്റ് വീക്ക് കംപ്ലീറ്റ് അടിച്ച് നിരപ്പാക്കിയത്. അവിടെ കിടന്ന് എല്ലാ റിയൽ ഒറിജിനൽ സ്വഭാവം ഇത്രയും
കാലം ഞാൻ ഭയങ്കര എന്റർടൈനറാണ്, ഞാൻ ഭയങ്കര കൊഞ്ചലാണ്, കുഴലാണെന്ന് പറഞ്ഞ് എല്ലാവരും ഫേക്ക് കളിപ്പിച്ച് നിന്നിട്ട് ലാസ്റ്റ് വീക്കിൽ ഒറിജിനൽ സ്വഭാവം പുറത്തിട്ടല്ലോ. അപ്പൊ ഈ ആഴ്ച പുറത്താവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നല്ല മണി ഇൻ ദ ബാങ്ക് പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ അതും എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞുള്ള പ്ലാൻ ആയിരുന്നു. അതെന്തായാലും നല്ല രീതിയിൽ 3G ആക്കി ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം നൽകി. പിന്നെ നമ്മുടെ ആര്യന്റെ എവിക്ഷൻ ആണ്. നെവിൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആര്യം പോയത് അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നെവിനേക്കാൾ കൂടുതൽ പോകാൻ യോഗ്യനായിരുന്നത് ആര്യനേക്കാൾ കൂടുതൽ പോകാൻ യോഗ്യനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ നെവിൻ ആയിരുന്നു. അതെന്തായാലും നടന്നില്ല. പക്ഷേ അടുത്ത ജയിൽ നോമിനേഷൻ നടക്കുന്നില്ല എന്ന് എല്ലാ കംപ്ലീറ്റ് ആൾക്കാർക്കും ഭയങ്കര വിഷമമായിരുന്നു ഈ ആഴ്ച. കാരണം സ്വാഭാവികമായിട്ടും ജയിൽ നോമിനേഷനിലേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ നെവിനും അക്ബറും ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് ആ ടാസ്ക് മുക്കിയതാണ്. സോ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞതിനെ തുടർന്നായിരിക്കും ഏർപ്പെടുത്തിയത്. പക്ഷെ 2 മണിക്കൂർ കൊണ്ട് പിള്ളേർ അവരെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് നല്ല സാന്ത്വനിപ്പിച്ച് ഒരു ടാസ്ക് ഒന്നും കൊടുത്തില്ല, അപ്പൊ തന്നെ ഇറക്കി വിട്ടു. പിന്നെ എന്തിനാണ് ജയിൽ ടാസ്ക് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല അക്ബറിനോട്. എങ്കിൽ ഇത് തന്നെ ആ ജയിലിൽ തന്നെ ഇട്ടത് തന്നെ വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ ഷാനവാസ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇതിന്റെയൊക്കെ സൂത്രധാരൻ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ചാണക്യൻ, ബുദ്ധി കേന്ദ്രം എന്നൊക്കെ പറയുന്നത് ആരാണ്? അക്ബറാണ്. അത് സത്യമാണ്. ഇവരുടെ അക്ബറിന്റെ ഗ്യാങ്ങിൽ വന്നിരിക്കുന്ന ഓരോ അതായത് സീസൺ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരെയും സ്ക്രൂ കയറ്റി തിരികേറ്റി വിട്ടുകൊടുക്കുന്നത് ഷാനവാസിന്റെ ഒബ്സർവേഷൻ വാസ് ആബ്സല്യൂട്ട്ലി റൈറ്റ്. എല്ലാം ചെയ്തത് അക്ബറാണ്. അവസാനം അക്ബർ സേഫ് സോണിലാവും. ഈ പണി വാങ്ങിച്ചു പോണത് മൊത്തം ബാക്കിയുള്ളവരാണ്. അതിന്റെ ലാസ്റ്റ് പണി കിട്ടിയത് ആര്യനാണ്. അടുത്ത ആഴ്ച ഡെഫിനറ്റ്ലി നെവിന് കിട്ടുകയും ചെയ്യും. സോ ഇന്നത്തെ വീക്കെൻഡ് കമ്പാരിറ്റീവ്ലി ഇന്നലെ നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി സന്തോഷം നൽകുന്നതായിരുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കിയതായിട്ട് എനിക്ക് തോന്നി. എന്നാലും ഇടയ്ക്കൊന്ന് വെളുപ്പിക്കാൻ നോക്കിയതാണ്. അത് നൈസായിട്ട് അതിന് പൊളിച്ചെടുക്കുകയും ചെയ്തു. സോ നാളത്തെ എപ്പിസോഡിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സുകളാണ് നടക്കാൻ പോകുന്നത്. അതിൽ അനീഷ് പറയുന്ന ആ ലാസ്റ്റ് സെന്റൻസ് കേട്ടിട്ട് നിങ്ങൾ പ്രമോ കണ്ടോന്ന് എനിക്കറിയത്തില്ല. അത് കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. അത് എല്ലാവരും കേൾക്കുക, അല്ലെങ്കിൽ നാളെ ലൈവ് കാണുക. ഭയങ്കര അടിപൊളി എപ്പിസോഡായിരിക്കും നാളെ വരാൻ പോകുന്നത്. എനിവേസ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഇനി ആകെ 14 ദിവസമേ ഉള്ളൂ, നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.